ഹലോ നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ ഇന്നൊരു ചെറിയ യാത്രയിലാണ് കേട്ടോ. ഞങ്ങളുടെ ഓട്ടോ തന്നെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞാനും സുരേട്ടനും കൂടിയാണ് പോണത്. മോളുടെ വീട്ടിലേക്കാണ് പോണത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. കാശിക്കുട്ടനെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പം ഇനി സ്കൂൾ തുറക്കണതിന് മുന്നേ ഒന്ന് പോകാനായിട്ടൊരു സമയം കിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പോയി കാശിക്കുട്ടനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാശിക്കുട്ടന് സ്കൂളിൽ പോണ കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തിനാ ഇപ്പോൾ സ്കൂളിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും പോയൊക്കെ കുട്ടികളായിട്ട് കമ്പനി ആകുമ്പോൾ പോയിക്കോളും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാശിക്കുട്ടന് പഴയ പോലെ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാനൊന്നും പറ്റുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിതാ പോണ വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഏകദേശം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ സമയത്തെ യാത്ര ഉണ്ട് കേട്ടോ മോളുടെ വീട്ടിലേക്ക്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് വിളയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോളുടെ കല്യാണം കഴിച്ച വീട്. അപ്പോൾ കിഴിശ്ശേരി വഴിയാണ് കേട്ടോ ഞങ്ങൾ പോണത്. കിഴിശ്ശേരിയാണ് ശരിക്കും എൻ്റെ വീട്. അപ്പോൾ അതുവഴി പോയപ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്കെന്താ ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കാശിക്കുട്ടന് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ഓർത്തിട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിരുന്നത് ഒരു ചിപ്സ് കടയുടെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചിപ്സ് ഉണ്ടാക്കുന്ന കടയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി എന്താ പറയുക കപ്പ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ കാശിക്കുട്ടന് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ കപ്പ ചിപ്സ്. അപ്പോൾ ഈ വിളയിൽ എന്ന് പറഞ്ഞ സ്ഥലം അത്യാവശ്യം ഒരു ഗ്രാമഭംഗിയൊക്കെ നിലനിൽക്കുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക ഒരു ഉൾനാടൻ പ്രദേശത്തല്ല താനും, എന്നാലും എല്ലാ സൗകര്യങ്ങളോടൊക്കെ കൂടിയ ഒരു ഗ്രാമാന്തരീക്ഷമുള്ളൊരു സ്ഥലം. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് കൃഷികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കവുങ്ങായാലും വാഴയായാലും കൂടുതലും വാഴക്കൃഷിയൊക്കെ കൂടുതലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ആ ഭാഗത്ത്. അപ്പോൾ അതാ ഞങ്ങൾ പറഞ്ഞത് അമ്മൂൻ്റെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ അത് ആളതാ ചൂലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ആൾ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കാശിക്കുട്ടൻ ഞങ്ങളെ റോഡിൽ നിന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളൊരു സൈക്കിളിൻ്റെ മുകളിലായിട്ട് കുറേ സമയമായി. അപ്പോൾ എന്ത് തന്നെ ആയാലും ആളങ്ങോട്ട് അകത്തേക്ക് കയറി വരില്ല. കാരണം സൈക്കിളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മ സൈക്കിൾ മാറ്റി വെക്കും എന്നുള്ള പേടികൊണ്ടാണ് കേട്ടോ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങളെ കണ്ടപ്പോൾ ആൾക്ക് ഇങ്ങോട്ട് വരികയൊക്കെ വേണം. അപ്പോൾ അതായാലും സൈക്കിളൊക്കെ തള്ളി കയറ്റിയതാ ആൾ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ കാഴ്ചയിൽ ഇപ്പോഴും കാശിക്കൂടെ ഞങ്ങളെ കുഞ്ഞു കുട്ടിയാണ്. പക്ഷെ അത് ആൾക്കിപ്പോൾ വലിയ ആളായി. ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, എല്ലാവരുടെ കൂടെയും സൈക്കിൾ ഓടിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ഭാവമാണ് കേട്ടോ. അപ്പോൾ അവിടെ അമ്മച്ചനും കുട്ടിയും കൂടി ഒരു പിടിയും വലി നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾക്ക് സൈക്കിളും കൊണ്ട് പോകണം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു ഒതുക്കിയത് ആ സൈക്കിളിൽ നിന്നൊക്കെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളെന്ന് സ്നേഹിക്കാൻ കിട്ടണില്ല എന്നുള്ള പരാതിയാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചന് കുട്ടി വലിയ കുട്ടിയായില്ലേ, പഴയ പോലെ ഞങ്ങളിങ്ങനെ എടുത്ത് കൊഞ്ചിക്കണതിൽ ആളിക്കുന്നതും ഇപ്പോൾ അവന് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതാ അവന് സ്കൂളിൽ പോണ സമയത്ത് ഇതാ ഒരു റെയിൻ കോട്ട് പോലെ സ്കൂൾ വണ്ടി വരും. അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി മാത്രമുള്ള ദൂരമുള്ളൂ. അപ്പോൾ അതുവരെ പോകാനായിട്ട് കുടയൊന്നായാൽ പിടിച്ച് നടക്കാനായിട്ടില്ലല്ലോ ആൾ. ഒരു റെയിൻ കോട്ടൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ ഒരു കോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവൻ്റെ ഏട്ടനാണ് ഇത് കേട്ടോ. അതായത് രഞ്ജിത്തിൻ്റെ ഏട്ടൻ്റെ മോൻ സച്ചുട്ടനാണ് കേട്ടോ കോട്ടൊക്കെ അനിയനെ ഇടിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സച്ചുട്ടന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അനിയനോടെ. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ രഞ്ജിത്തിൻ്റെ ഏട്ടൻ്റെ വീട് ഇതാ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. പുതിയ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. അപ്പോൾ അവിടെ ഇതാ കിണർ പണി നടക്കുന്നുണ്ട്, മുറ്റത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കിട്ടിയൊരു അവസരത്തിൽ ഇതാ കാശിക്കുട്ടൻ ഞങ്ങളെ കൂടെ ചാടി കയറി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളിപ്പോഴും സൈക്കിളിൽ തന്നെയാണ്. അമ്മമ്മേ ഞാൻ ഈ സൈക്കിളിൽ പോണത് യൂട്യൂബിൽ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ആൾ ഇതാ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു. ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ള സമയമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇന്ന് പകലൊന്നും മഴ ഒട്ടും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ അവർക്കൊരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ ആ പുഴയിൽ നിന്ന് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ട് മഴ വരുന്നുണ്ടായിരുന്നു. ആ പുഴേൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുഴയിലൊക്കെ നന്നായിട്ട് വെള്ളം കയറി വന്നിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ. അവരുടെ വീടിൻ്റെ അടുത്ത് വരെ വെള്ളം വരാറുണ്ടായിരുന്നു. ഒരു നന്നായിട്ടൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്തൊക്കെ വീടിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് താമസം മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മഴയൊക്കെ അത്യാവശ്യം നന്നായി പെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ ഈ വീഡിയോ ഒക്കെ നിർത്തി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാശിക്കുട്ടൻ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ പോരുന്ന സമയത്ത് കൂടെ പോരാൻ വേണ്ടിയിട്ട് കാശിക്കുട്ടൻ കരയായിരുന്നു. ഇപ്പം അങ്ങനെ കരച്ചിലൊന്നുമില്ല, വലിയ കുട്ടി ആയതുകൊണ്ടാവും. അപ്പോൾ ചില സമയത്ത് അങ്ങനെ വാശി പിടിക്കും ഞാനും കൂടെ പോരുകയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം അങ്ങനത്തെ വാശിയൊന്നുമില്ല ആൾക്ക്.
അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴി കിഴിശ്ശേരി വഴി തന്നെയാണ് പിന്നെയും തിരിച്ച് പോരുന്നത്. അപ്പോഴെന്താ പറയുക, ഈ വഴിയൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നടന്ന് പോയിരുന്ന വഴികളായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ അന്നൊക്കെ ഇത്രയും വലിയ ടൗണൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ വഴി നിറയെ കടകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര കടകളുണ്ടെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് മനപ്പാടായിരുന്നു കേട്ടോ, ഏതൊക്കെ കടകളാണെന്ന് വരെ ഓർത്തെടുത്ത് പറയാൻ പറ്റിയെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അത് ഞങ്ങളെ വീടും തന്നെ ഏകദേശം അങ്ങാടിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന അത്രയും മനപ്പാടായിരുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ നമ്മളവിടെ ചെന്നാൽ അന്തം വിട്ടു പോകും. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് പോലും അറിയാൻ പറ്റാത്തത്ര മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വഴികളൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള വഴികളാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അതിലിങ്ങനെ തിരിച്ചു പോകുമ്പോൾ എന്താ സന്തോഷമാണോ സങ്കടമാണോ എന്താന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇതാ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഇതാ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അത് അറിയാനേ പറ്റില്ല, ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് മാത്രം ഞങ്ങൾക്കൊരു തെളിവിനായിട്ട് ഇവിടെ ആയിരുന്നു ഞങ്ങളെ വീട് എന്നുള്ളതിന് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വിറ്റ് പോയിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പോൾ എന്താ പറയുക, ഈ വഴികളൊക്കെ ഒരുപാട് കുട്ടിക്കാലത്തെ ഓർമ്മകളും സന്തോഷവും സങ്കടവും ഒക്കെ തരുന്ന വഴികളും കാഴ്ചകളും കേട്ടോ. അപ്പോൾ പിന്നോട്ട് പറയുന്ന കാഴ്ചകളൊക്കെ ഒരുപാട് നനവുള്ള ഓർമ്മകളുടെ കാഴ്ചകളാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ പുറകോട്ട് തള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു കേട്ടോ, ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ എന്താ പറയുക ആധിപത്യം ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ നമുക്കിവിടെ ചെന്ന് നമ്മൾ ആരാന്ന് പറഞ്ഞാൽ പോലും അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുക പോലും ഉണ്ടാവില്ല. ഇപ്പോഴിതാ ഞങ്ങളിങ്ങനെ പോയി ഏകദേശം വീടിൻ്റെ അടുത്തേക്ക് എത്താറായി തുടങ്ങിയിട്ടോ. അപ്പോൾ റോഡിലൊക്കെ നല്ല ബ്ലോക്കായി തുടങ്ങി. വൈകുന്നേരം സമയമാണ്. ഏകദേശം ഞങ്ങളൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് ആ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വ്ളോഗ് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കണുള്ളൂ. ആൾക്കാരൊക്കെ ഒരുപാട് ഓടി നടക്കുന്നുണ്ട്. എന്താ പറയുക, രണ്ട് സൈഡിലും വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് തിരക്കിലൊക്കെ വന്ന ആൾക്കാരായിരിക്കും, എന്നാലും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.